2 ദിവസം മുന്നേ എടുത്ത വീഡിയോ കേട്ടോ. അതും കുത്തിപ്പൊക്കിക്കൊണ്ട ഇന്നത്തെ വരവ്. ഇന്നത്തെ കേക്ക് ഒരു റിസോർട്ടിലേക്ക് ഇറങ്ങും. കറക്റ്റ് ടൈമിന് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങി. വേറെ ഒന്നുമല്ല, ഈ ഒരു ഗേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറൊക്കെ അവിടെ പോസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ലൊക്കേഷൻ കിട്ടിച്ചാലും ചില നേരത്ത് മദാമ നമ്മളെ വഴിതെറ്റിക്കും. എത്തിപ്പെട്ടത് ഒരു കാട്ടുമുക്കിലായതുകൊണ്ട് തന്നെ മദാമ പണി തന്നൊന്ന് പേടിച്ചു കേട്ടോ. കസ്റ്റമറെ വിളിച്ച് പോയതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷനിലെത്തി. എനിക്കൊരു സ്വഭാവമുണ്ട്, നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടാലേ 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ മനസ്സിങ്ങനെ വെമ്പും. ഈ സ്ഥലം കണ്ടപ്പോൾ അങ്ങനൊരു വെമ്പല് ഇല്ലാകില്ല. കെട്ടിയോൻ്റെ 2 ആട്ട് കേട്ടപ്പോൾ ആ വെമ്പൽ അങ്ങോട്ട് ഇല്ലാണ്ടായി. അല്ലെങ്കിലും ഈ മനുഷ്യന് ചില നേരത്തൊരു ചകണ സ്വഭാവമാണ്. വരുമ്പോൾ മാമാടൊന്ന് കയറിയിട്ടോ. ഞാൻ ചെന്ന സന്തോഷത്തിൽ ഇത്താക്കൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് എന്തൊക്കെയോ അവ അടുക്കളയിൽ കിടന്ന് വിരകണുണ്ടു. അവൻ്റെ സന്തോഷമല്ലേ, അതും ഒരു വഴിക്ക് അങ്ങോട്ട് നടക്കട്ടെ. വീട്ടിൽ വന്നതും വേറെയും കേക്ക് ഉണ്ടായിരുന്നു. കസ്റ്റമർ വരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതൊക്കെ പാക്ക് ചെയ്യണ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയാണ് മെയിൻ താരത്തിൻ്റെ വരവ്. ഈ മണി ബോക്സിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അത് കണ്ടിട്ട് എൻ്റെ കെട്ടിയവനടക്കം കുറേ പേര് മണി ബോക്സിൻ്റെ ക്യാഷ് പൂത്തിൻ്റെ ഒരു വീഡിയോ അയച്ചു തന്നിരുന്നു. എൻ്റെ കാശും പൂത്തോന്ന് നോക്കുമായിരുന്നു. ഭാഗ്യം, ബോക്സ് പൂത്തു വെച്ചാലും കാശിന് കോട്ടൊന്നും തട്ടിയിട്ടില്ല. തലേ ദിവസത്തെ വർക്കിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് പുറത്തു പോകാനൊരു പൂതി. അപ്പോൾ ആങ്ങളമാരും വന്നു. അവരെയും കൂട്ടി നേരെ കിസ്മിസിലേക്ക് വിട്ടു കേട്ടോ. എൻ്റെ നാട്ടിൽ നല്ലൊരു സ്പോട്ടാണിത്. നൈറ്റ് പ്രത്യേകിച്ച് ഇവിടെ വല്ലാത്തൊരു വൈബാണ്. അതിലൊരു പാട്ടും കൂടി ആയപ്പോൾ സംഭവം കിട്ടു. ഞാൻ കേട്ടു കേട്ടോ. ഇനി നിങ്ങളൊന്ന് കേട്ടോക്ക്. പാട്ടൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. നാളേക്ക് വർക്കുണ്ടേ. പാതിര വരെ അവിടെ കുത്തിരുന്നാൽ ഞാൻ അടങ്ങാറാവും. അപ്പം നാളത്തെ വർക്ക് തുടങ്ങട്ടെ കേട്ടോ. ഇൻഷാ അല്ലാ പിന്നെ കാണാം.